ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പുള്ളിക്കാരി എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ അയച്ചു തന്നു. അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇതിൽ റിക്വസ്റ്റ് ഇട്, എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്ക്, മാതാവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഇട്ടത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് എവിടെയെങ്കിലും എത്തണം, എനിക്ക് രക്ഷപ്പെടണം എന്നായിരുന്നു. അപ്പം ഞാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഴ്ച തന്നെ ഒരു ഇന്റർവ്യൂ വരികയാണ്. മാൾട്ടയിലോട്ടുള്ള ഒരു ഇന്റർവ്യൂ വന്നു. ഞാനത് ലാസ്റ്റ് ഇയർ ഓൾറെഡി അവരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ അയർലൻഡ് തന്നെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു, ഇതുപോലെ ഇന്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ഈ ഡെയിലി ബ്രെഡ് ഒക്കെ കേൾക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. പക്ഷേ അതെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. 5:30 പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചിലപ്പോൾ രാവിലെ എനിക്കും ഉടനെ ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ട് മാതാവിനെ വന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. ഞാൻ വിചാരിച്ചു നോക്കിയത് ഞാൻ ക്ലിയർ ആവും എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ ഇന്റർവ്യൂ സ്റ്റാർട്ട് ആയപ്പം നെറ്റ് ഇഷ്യൂസ് വന്നു. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതാണെങ്കിൽ അതൊരു ക്ലിയർ അല്ലായിരുന്നു. എനിക്ക് അറിയാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഉറപ്പിച്ചു. പക്ഷേ പിറ്റേന്ന് അവർ എന്നെ പറഞ്ഞു ഇന്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാധവനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു. മാധവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതുപോലാണ് എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് ഉടനെ ഉണ്ട്, മാധവ് വേണം എന്നെ അതിൽ ജയിപ്പിക്കാൻ, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ഞാൻ മാധവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞു, ഇവിടെ തിരക്കിപ്പോഴാണ് ഇതുപോലെ ഉടമ്പടി കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞോണ്ട് ഞാൻ വരും കേട്ടോ, ഉടമ്പടി എടുക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു. പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു, എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ ഇന്റർവ്യൂവർ നല്ല ഹാപ്പി ആയിരുന്നു, എനിക്ക് നല്ല സന്തോഷമായി. പിറ്റേന്ന് റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി, ഇന്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് നോക്കുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. നാളെ വരാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛന് വയ്യാണ്ടാവുക, എനിക്ക് വരാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പക്ഷേ പ്രാർത്ഥനയും അപ്പോഴും ഈ ഡെയിലി ബ്രെഡ് ഒക്കെ കൂടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കാണുന്ന ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിൽക്കുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡ്രസ് ഇട്ട്. പുള്ളിക്കാരി എൻ്റെ കയ്യിൽ ഒരു ജപമാല തന്നു, എന്നിട്ട് എൻ്റെ കവിളി തട്ടി. എനിക്ക് ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷം കൊണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി മാധവ് പോന്നോ എന്ന് പറയുകയാണെന്ന്. ഞാൻ അങ്ങനെ ആ ആഴ്ച തന്നെ ഞാൻ വന്നു. മെയ് 19, 2025 ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ 5:30 പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ 5:30 എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ 5:30 എണീച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ അത് മാതാവിനോട് പറഞ്ഞു, എങ്ങനെ ഞാൻ ഈ 5:30 എണീക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേ തൊട്ട് ഇന്നേ വരെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് 5:30 തന്നെ പ്രാർത്ഥന കൂടും. ഞാൻ അലാറം കേട്ടില്ലെങ്കിൽ പോലും ഞാനത് എണീച്ച് പ്രാർത്ഥന കൂടിയിരിക്കും. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. വർക്ക് പെർമിറ്റ് വരാൻ 4 മാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1.5-2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 7 തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ ഞാൻ അടുത്ത് കാണുന്ന സ്വപ്നം, ഞാൻ എൻ്റെ അമ്മയോട് പറയാണ്, മാതാവ് ഇതുപോലെ 14, 20 എന്ന് 2 ഡേറ്റ് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ തന്നെ മാതാവിനോട് ചോദിച്ചു, ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിനോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത് എന്താ 14, 20 എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിയപ്പം ഞാൻ കണ്ടു OET എക്സാം ജൂലൈ 14-നും 28-നും ജൂൺ 14, 28-നും ഉള്ളതായിട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇതായിരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയത്. കാരണം ഞാൻ ഒന്നും കൂടെ OET വാലിഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എഴുതാനിരിക്കുമായിരുന്നു. പക്ഷേ ഞാനത് മറന്നുപോയി. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്, ഞാൻ ഡേറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ കോൺടാക്ട് ചെയ്തു. 14-ാം തീയതി ഡേറ്റ് ഇല്ലായിരുന്നു, 28-ാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് വർക്ക് പെർമിറ്റ് വന്ന് 45 ദിവസത്തിന് നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെയും അത് ലേറ്റ് ആവും, നമുക്ക് പറ്റത്തില്ല എന്നുള്ള.